ആര്യ രാജേന്ദ്രൻ, വെള്ളാപ്പള്ളി നടേശൻ, യോഗി ആദിത്യനാഥ്. കോർപ്പറേഷനിലെ പരാജയം CPM വിലയിരുത്തുമ്പോൾ സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം ഈ പേരുകളും കടന്നുവരുന്നുണ്ട്. LDFന് തലയൊടിപ്പുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി കാറിൽ യാത്ര ചെയ്തത് എന്തിന്? കാറിൽ നിന്നിറങ്ങിയതും വെള്ളാപ്പള്ളി വായിൽ തോന്നിയതൊക്കെ വിളിച്ചുകൂവി. പോരാത്തതിന് ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പരാജയത്തിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ്. മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന, ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചത്, വെള്ളാപ്പള്ളിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ കാർ യാത്ര, ശബരിമല സ്വർണ്ണക്കൊള്ള, ജില്ലയിലെ വിഭാഗീയത തുടങ്ങിയ വിഷയങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. മേയറുടെ അഹങ്കാരവും കെടുകാര്യസ്ഥതയും തിരിച്ചടിയായെന്ന് ഭൂരിഭാഗം നേതാക്കളും ജില്ലാ കമ്മിറ്റിയിൽ ഒരേ സ്വരത്തിൽ വിമർശിച്ചു. മുൻ മേയർ VK പ്രശാന്താണ് ആര്യക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചതിൽ മുൻപന്തിയിൽ നിന്നത്. ജില്ലയിലെ കടുത്ത വിഭാഗീയതയും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ജില്ലാ സെക്രട്ടറി ഒന്നല്ല 3 പേരുണ്ട് എന്ന വിമർശനവും ഉയർന്നു. നേതാക്കൾ പരസ്പരം ഭിന്നിച്ചു നിൽക്കുകയാണ്. 3 വിഭാഗങ്ങളെ നയിക്കുന്നത് 3 നേതാക്കൾ. തീരുമാനങ്ങൾ പരസ്പരം പരാജയപ്പെടുത്തുകയാണ് ഈ 3 വിഭാഗങ്ങളും ചെയ്യുന്നത്. ജില്ലാ നേതൃത്വത്തിന് കൂട്ടായ അഭിപ്രായമില്ല എന്നും അംഗങ്ങൾ വിമർശിച്ചു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന വിമർശനവും CPM ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരിക്കുകയാണ്. നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലും വലിയ പാളിച്ചയാണ് ഇക്കുറി സംഭവിച്ചത്. സ്ഥാനാർത്ഥി നിർണയം വൈകി, പലയിടത്തും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ ഉണ്ടായി. BJPയും കോൺഗ്രസും സ്റ്റാർ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയപ്പോൾ LDFന് തലയെടുപ്പുള്ള അത്തരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായില്ല എന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള എന്നും CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വ്യാപക വിമർശനം ഉയർന്നു. സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി കാറിലെത്തിയത് തെറ്റായിരുന്നു. വെള്ളാപ്പള്ളിയുടെ പല പ്രസ്താവനകളും LDFന് ദോഷം ചെയ്തു. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് തെറ്റില്ല. എന്നാൽ ആ പരിപാടിയിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിച്ചതിന്റെ രാഷ്ട്രീയം എന്താണ് എന്നും ജില്ലാ നേതാക്കൾ ചോദിച്ചു. എല്ലാം ഭരണത്തിന് വിട്ടുകൊടുത്ത് പാർട്ടി മാറി നിൽക്കുന്നതിന്റെ കുഴപ്പമാണിതെന്നും CPM ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായ വിമർശനമുയർന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോഴും ചർച്ചയാവുകയാണ്. KP ശങ്കരദാസിനും N വിജയകുമാറിനും കുരുക്ക് മുറുകുന്നു എന്നാണ് വാർത്തകൾ. ഇരുവർക്കും എല്ലാം അറിയാമായിരുന്നുവെന്ന് പോറ്റി പറഞ്ഞു കഴിഞ്ഞു. ബോർഡിന്റെ അറിവോടെയാണ് ഇടപാട് നടന്നത്. തീരുമാനം പത്മകുമാറിന്റെ തീരുമാനത്തെ 2 പേരും അംഗീകരിച്ചു. 2 പേരെയും പ്രതി ചേർത്തേക്കും എന്നും സൂചന. ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകും. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഉന്നതരിലേക്ക് അങ്ങനെ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും പ്രതി ചേർത്തേക്കും. അന്വേഷണം മന്ദഗതിയിൽ ആയതിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം SITക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ മാസം 5-ാം തീയതിക്ക് ശേഷം അന്വേഷണത്തിൽ കാര്യമായ നീക്കങ്ങളില്ല എന്നായിരുന്നു ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം തുടർ നടപടികൾ എന്തുകൊണ്ടുണ്ടായില്ല? ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന വിജയകുമാറിനെയും ശങ്കരദാസിനെയും പ്രതി ചേർക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും കോടതി നിരീക്ഷിച്ചു. ട്രസ്റ്റ് അംഗങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ല എന്ന നിലപാടാണ് കോടതി എടുത്തത്. നേരത്തെ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ പത്മകുമാർ ഒറ്റയ്ക്കാണ് എല്ലാ തീരുമാനവും എടുത്തത് എന്നും തങ്ങൾക്ക് പങ്കില്ല എന്നുമാണ് ഇവർ പറഞ്ഞത്. കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ SIT തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.